ലോകചരിത്രത്തിന്റെ വഴിത്തിരിവുകളിൽ ഒന്നാണ് ക്രിസോപ്പോളിസ് യുദ്ധം. ക്രിസ്തുവിന് ശേഷം 324 സെപ്റ്റംബർ 18-നാണ് ഈ യുദ്ധം നടന്നത്. ഏഷ്യ മൈനറിലെ ക്രിസോപ്പോളിസ് എന്ന സ്ഥലത്ത് നടന്ന ഈ മഹായുദ്ധം റോമൻ സാമ്രാജ്യത്തെ ഒരുമിപ്പിച്ച ഒരു നിർണായക സംഭവമായി. ചക്രവർത്തി കോൺസ്റ്റന്റൈൻ തന്റെ എതിരാളിയായ ലിസീനിയസിനെ തോൽപ്പിച്ച് സമ്പൂർണ്ണ റോമൻ സാമ്രാജ്യത്തിന്റെ ഏകാധിപതിയായി മാറിയ ദിനം ഇതാണ്. അന്നത്തെ റോമൻ സാമ്രാജ്യം 2 ഭാഗങ്ങളായി വിഭജിക്കപ്പെട്ടതായിരുന്നു. പശ്ചിമഭാഗം കോൺസ്റ്റന്റൈൻ നിയന്ത്രിച്ചപ്പോൾ കിഴക്ക് ഭാഗം ലിസീനിയസ് ഭരിച്ചിരുന്നു. 313 ഇരുവരും ചേർന്ന് പ്രസിദ്ധമായ മിലാൻ പ്രഖ്യാപനം അഥവാ ഇഡിക്റ്റ് ഓഫ് മിലാൻ പുറപ്പെടുവിച്ചു. ഇതിലൂടെ ക്രിസ്ത്യാനികൾക്ക് ആരാധനാ സ്വാതന്ത്ര്യം ഉറപ്പാക്കപ്പെട്ടു. എന്നാൽ 320ഓടെ ലിസീനിയസ് ഈ കരാറിനെ മറികടന്ന് ക്രിസ്ത്യാനികളെ വീണ്ടും പീഡിപ്പിക്കാൻ തുടങ്ങി. മതസ്വാതന്ത്ര്യം ലംഘിച്ചതും കോൺസ്റ്റന്റൈൻ്റെ സൈന്യം ഗോത്തിക് അക്രമികളെ പിന്തുടർന്ന് കിഴക്കൻ അതിർത്തി കടന്നതും സംഘർഷത്തെ രൂക്ഷമാക്കി. 324-ൽ കോൺസ്റ്റന്റൈൻ ഏകദേശം 1,20,000 സൈനികരെയും 10,000 കുതിരസേനയും ഉൾക്കൊള്ളുന്ന വലിയൊരു സേനയെ ഒരുക്കി. ലിസീനിയസിന് 1,50,000 സൈന്യം ഉണ്ടായിരുന്നു എന്ന് പുരാതന രേഖകൾ പറയുന്നു. ആ വർഷം ജൂലൈ 3-ന് നടന്ന അഡ്രിയാനോപ്പിൾ യുദ്ധത്തിൽ കോൺസ്റ്റന്റൈൻ ആദ്യ വിജയം നേടി. തുടർന്ന് അദ്ദേഹം ബൈസന്റിയം വളഞ്ഞു. അതേസമയം കോൺസ്റ്റന്റൈൻ്റെ മകൻ ക്രിസ്പസ് ഹെല്ലസ്പോണ്ട് കടലിടുക്കിൽ ലിസീനിയസിന്റെ നാവികസേനയെ തകർത്തു. നാവികസേനയുടെ തോൽവിക്ക് ശേഷം ലിസീനിയസ് ഏഷ്യ മൈനറിലെ ചാൽസിഡോണിലേക്ക് പിൻവാങ്ങി. അതിനടുത്തുള്ള ക്രിസോപ്പോളിസ് മേഖലയിലാണ് അവസാന പോരാട്ടം നടന്നത്. 324 സെപ്റ്റംബർ 18-ന് 2 സൈന്യങ്ങളും ഏറ്റുമുട്ടി. കോൺസ്റ്റന്റൈൻ്റെ സേന ലബാരും എന്ന ക്രിസ്ത്യൻ പതാക ഉയർത്തി മുന്നേറ്റം നടത്തി. ലിസീനിയസിന്റെ സൈന്യം പരമ്പരാഗത റോമൻ ദേവതകളുടെ ചിഹ്നങ്ങൾക്ക് കീഴിലാണ് പോരാടിയത്. പുരാതന ചരിത്രകാരൻ സൊസിമസ് രേഖപ്പെടുത്തിയതനുസരിച്ച് രക്തസാക്ഷ്യമായ യുദ്ധത്തിൽ 25,000 മുതൽ 30,000 വരെയോ അതിലേറെയോ ലിസീനിയസ് സൈനികർ കൊല്ലപ്പെട്ടുവെന്നാണ് പറയുന്നത്. ലിസീനിയസ് പിന്നീട് നിക്കോമീഡിയയിലേക്ക് ഒളിച്ചോടി, പക്ഷേ ഉടൻ കീഴടങ്ങേണ്ടി വന്നു. ഈ വിജയത്തോടെ കോൺസ്റ്റന്റൈൻ 286-ന് ശേഷം ആദ്യമായി സമ്പൂർണ്ണ റോമൻ സാമ്രാജ്യത്തിന്റെ ഏകാധിപതിയായി. ക്രിസ്തുമതത്തിന് അദ്ദേഹം നൽകിയ പിന്തുണ ലോകചരിത്രത്തിൽ വൻ മാറ്റമുണ്ടാക്കി. 325-ൽ അദ്ദേഹം നിഖ്യ കൗൺസിൽ വിളിച്ചു ചേർത്തു. ക്രിസ്ത്യൻ വിശ്വാസത്തിന്റെ പ്രാഥമിക ഉപദേശങ്ങൾ വ്യക്തമാക്കിയ മഹാസമ്മേളനമായിരുന്നു അത്. കോൺസ്റ്റന്റൈൻ ബൈസന്റിയത്തെ പുതുതായി വികസിപ്പിച്ച് തലസ്ഥാനമാക്കി. അത് പിന്നീട് കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന പേരിൽ ക്രിസ്ത്യൻ സാമ്രാജ്യത്തിന്റെ കേന്ദ്രമായി മാറി. ക്രിസോപ്പോളിസ് യുദ്ധം റോമൻ സാമ്രാജ്യത്തിന്റെ രാഷ്ട്രീയ ഭാവിയും ലോകത്തിന്റെ മതചരിത്രവും ഒരേ സമയം മാറ്റി. ക്രിസ്തുമതത്തിന് ഔദ്യോഗിക അംഗീകാരം ഉറപ്പാക്കുകയും റോമൻ സാമ്രാജ്യത്തെ ഏകാധിപത്യത്തിലേക്ക് നയിക്കുകയും ചെയ്ത കോൺസ്റ്റന്റൈൻ്റെ വിജയം ഇന്നും ചരിത്രത്തിന്റെ അടയാളമായി നിലകൊള്ളുന്നു.